നാമകരണം. കുട്ടികളെ, ഇന്ന് നമുക്ക് രോഹിണിയുടെയും യശോദയുടെയും ഉണ്ണികൾക്ക് നാമകരണം ചെയ്യുന്ന കഥ പറയാം. ഗോകുലത്തിലെ രാജാവാണല്ലോ നന്ദഗോപർ, യശോദ റാണിയും. അതുകൊണ്ട് ഉണ്ണികളുടെ നാമകരണം ഒരു ഉത്സവമായി നടത്തണം എന്നൊരാഗ്രഹം. കാരണം കല്യാണം കഴിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ നന്ദഗോപർക്ക് ഉണ്ണികൾ ഉണ്ടായത്. നന്ദഗോപർക്കും യശോദയ്ക്കും ഉണ്ണി പിറന്നതു തന്നെ ഗ്രാമവാസികൾക്ക് ഉത്സവമാണ്. ഒരു ദിവസം നന്ദഗോപർ കപ്പം കൊടുക്കാനായി മധുരയ്ക്ക് പോയി. കംസന് കപ്പം കൊടുത്ത് തിരിച്ചു വരുമ്പോൾ കാരാഗ്രഹത്തിൽ പോയി ചങ്ങാതിയായ വസുദേവരെ കണ്ടു. ഉണ്ണികൾക്ക് നാമകരണം ചെയ്യുന്ന കാര്യം രഹസ്യമായി വസുദേവരോടും ദേവകിയോടും പറഞ്ഞു. വസുദേവരുടെയും ദേവകിയുടെയും കുഞ്ഞുങ്ങളാണല്ലോ അവർ. അതുകൊണ്ട് അവർക്ക് വലിയ സന്തോഷമായി. നന്ദഗോപർക്ക് ഈ കഥയൊന്നും അറിയില്ല. അങ്ങനെ ചങ്ങാതിയെ കണ്ട് സന്തോഷത്തോടെ നന്ദഗോപർ ഗോകുലത്തിലേക്ക് തിരിച്ചുപോയി. വസുദേവരും ദേവകിയും കംസനോട് അനുവാദം ചോദിച്ച് യദുകുലാചാര്യനായ ഗർഗമുനിയെ കാണാൻ പോയി. ഗർഗമുനിയോട് വസുദേവർ ഇങ്ങനെ പറഞ്ഞു: നന്ദഗോപർ ഗോകുലത്തിലെ രാജാവാണല്ലോ. അതുകൊണ്ട് കുട്ടികളുടെ നാമകരണം എല്ലാവരും അറിയേ നടത്തണമെന്ന് നന്ദഗോപർ ആഗ്രഹിക്കുന്നു. വസുദേവരുടെയും ദേവകിയുടെയും കുട്ടികളാണ് അവരെന്ന് നന്ദഗോപർക്കറിയില്ലല്ലോ. എല്ലാവരും അറിയേ നടത്തിയാൽ കംസന് വിവരമറിയും. അവൻ കുട്ടികളെ കൊല്ലും. അതുകൊണ്ട് ഋഷിവര്യ അങ്ങു തന്നെ നന്ദഗോപരോട് രഹസ്യമായി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഉണ്ണികളെ രക്ഷിക്കണം. അങ്ങ് തന്നെ ഉണ്ണികളുടെ നാമകരണം നടത്തണം. ഇതെല്ലാം പറഞ്ഞ് ഋഷിയുടെ അനുഗ്രഹവും വാങ്ങി വസുദേവരും ദേവകിയും കാരാഗ്രഹത്തിലേക്ക് തിരിച്ചുപോയി. ഗോകുലത്തിൽ ഉണ്ണികളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി എന്ത് പൂജയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം ആലോചിച്ചിരിക്കുകയാണ്. നന്ദഗോപർ ആരെയാണ് പൂജയ്ക്ക് വിളിക്കുക, ആർക്കെല്ലാം എന്തെല്ലാം ദാനങ്ങൾ കൊടുക്കണം, സന്ധ്യയ്ക്ക് എന്തെല്ലാം ഒരുക്കണം, ഇങ്ങനെ തുടങ്ങി പലതും ആലോചിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് ഗർഗമുനി വന്നു. യദുകുലാചാര്യനാണ്, ആചാര്യശ്രേഷ്ഠനാണ്. നന്ദഗോപരും യശോദയും ആചാര്യനെ നമസ്കരിച്ചു. എന്നിട്ട് കാൽ കഴുകിച്ച് പീഠത്തിൽ ഇരുത്തി. പാദങ്ങളിൽ പൂക്കളർപ്പിച്ചു. മുനിശ്രേഷ്ഠ, അങ്ങ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നതിൽ ഞങ്ങൾ കൃതാർത്ഥരായിരിക്കുന്നു. ഞങ്ങളുടെ ഉണ്ണികൾക്ക് അങ്ങ് നാമകരണം ചെയ്ത് അവരെ അനുഗ്രഹിക്കണം എന്ന് നന്ദഗോപർ ഗർഗമുനിയോട് പറഞ്ഞു. ഉണ്ണികൾക്ക് പേരിടുകയും അനുഗ്രഹിക്കുകയും ചെയ്യാം. അതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. അതിനു മുമ്പായി നന്ദനോട് എനിക്ക് രഹസ്യമായി സംസാരിക്കണം എന്ന് മുനി പറഞ്ഞു. ഗർഗമുനിയും നന്ദഗോപരും പുറത്തേക്ക് പോയി. അടുത്ത് ആരും ഇല്ലാത്ത സ്ഥലത്ത് നിന്നു. എന്നിട്ട് മുനി ഇങ്ങനെ പറഞ്ഞു: നന്ദ, വസുദേവർ എന്നെ വന്ന് കണ്ടിരുന്നു. നിന്റെ ഉണ്ണി സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ഭൂമിയിൽ ദുഷ്ടരാക്ഷസരെ കൊന്ന് ധർമ്മം നിലനിർത്താൻ വേണ്ടി ജനിച്ചതാണ്. അതുകൊണ്ട് നാമകരണം വിപുലമായി ചെയ്താൽ കംസന് അറിയും. ഉണ്ണി ജനിച്ചതിൻ്റെ മുഖ്യ ആവശ്യം കംസനെ കൊല്ലുക എന്നുള്ളതാണ്. ഇവിടെ ഉണ്ണികളുള്ള വിവരമറിഞ്ഞാൽ കംസൻ അവരെ കൊല്ലും. അതുകൊണ്ട് വളരെ രഹസ്യമായി നാമകരണം ചെയ്യാം. ആർക്കും അറിയണ്ട, ആരോടും പറയണ്ട എന്ന്. അങ്ങനെ ഉണ്ണികളുടെ നാമകരണം വളരെ രഹസ്യമായി നടന്നു. ആളുകളെ രമിപ്പിക്കുവാനും വളരെ ബലമുള്ളവനും ആയതിനാൽ രോഹിണിയുടെ ഉണ്ണിക്ക് ബലരാമൻ എന്ന് പേരിട്ടു.
ശ്രീ ഐശ്വര്യം, ധർമ്മം, യശസ്, വൈരാഗ്യം, മോക്ഷം എന്നീ 6 ഗുണങ്ങളും അടങ്ങിയതുകൊണ്ട് യശോദയുടെ ഉണ്ണിക്ക് കൃഷ്ണൻ എന്ന് പേരിട്ടു. അങ്ങനെ പുറത്താർക്കും അറിയിക്കാതെ 2 ഉണ്ണികൾക്കും ഗർഗമുനി നാമകരണം നിർവഹിച്ചു. ഇനി അടുത്ത ദിവസം പറയാം. സർവം കൃഷ്ണാർപ്പണമസ്തു.